അല്ലെ ആ സാറിനോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു പറ്റും. ഒരു ഇൻഷുറൻസ് പോലും ഇല്ലാത്ത ബസ്സുകൾ, അതായത് KSRTC ബസ്സിനെ ഉദ്ദേശിച്ചത് റോഡിൽ കൂടെ ഉണ്ട് ഏതെങ്കിലും ഒരു വണ്ടി ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരുന്നിട്ടുണ്ടോ? സ്മോക്കറിനാണ് പറയുന്നത്, പുക സ്പ്രേ ചെയ്യുന്ന മെഷീൻ. അങ്ങനെയാണെങ്കിൽ സിഗരറ്റ് വലിക്കുമ്പോഴും പുകയാണ് പറഞ്ഞത്. ആ പുക ആ സിഗരറ്റും കൂടെ ഒന്ന് ഇവിടുത്തെ സർക്കാർ നിരോധിക്കൂ. അല്ല, അങ്ങനെ ആ ഒരു ചങ്കൂറ്റം കിടക്കാണ്. RTA വിളിച്ച് പറയണം, അവർ വന്ന് വണ്ടി ചെയ്യിക്കും. അങ്ങനെയാണെങ്കിൽ ട്രിപ്പിന്റെ കൂടെ പോകുക സാറന്മാര്, എന്നിട്ട് ആ പാക്കേജും കൂടെ ഒക്കെ ചെയ്യും. സർക്കാരിന് കൂടുതൽ ഇൻകം ഉണ്ടാകും. വണ്ടിയിൽ വേറെ അനധികൃതമായിട്ടുള്ള സംഭവങ്ങളൊന്നും വരില്ല. പാക്കേജ് നിങ്ങളും കൂടെ ചെയ്തോ? അപ്പോൾ വെച്ചാൽ ഇപ്പം കുറേ ദിവസം കൊണ്ട് കൊമ്പൻ്റെ പൂത്തിരി കത്തിയ വിഷയമാണ് എല്ലാ വാർത്താ ചാനലുകളും ബ്രേക്കിംഗ് ന്യൂസായിട്ടും ലൈവിലൊക്കെ പറയണേ. അവരങ്ങ് വച്ച് ആഘോഷിക്കുക. അതായത് ഇപ്പം 2 ദിവസം മുമ്പ് MPD വണ്ടി ചെക്കിങ്ങിന് വിളിച്ച് ചെക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എല്ലാ ചാനലുകളിലും ഇടുന്നുണ്ട്. ബാക്കി ചാനലുകളൊക്കെ 2-2.5 മിനിറ്റുള്ള വീഡിയോ ഇട്ടപ്പോൾ റിപ്പോർട്ടർ ചാനൽ മാത്രം 4.5 മിനിറ്റുള്ള വീഡിയോ. MPD എന്ത് പറഞ്ഞു, വണ്ടിയിൽ എന്തുണ്ട്, മൊത്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ മൊത്തത്തിൽ ഇവിടെ നിന്ന് അടിച്ചങ്ങ് താഴെ ഇറക്കുക. ആ രീതിയിലാണ് എല്ലാം വെടിയിട്ടേക്കുന്നത്. ടൂറിസ്റ്റ് ബസിന്റെ മുകളിൽ പൂത്തിരി കത്തിച്ച് അപകട സാധ്യത ഉണ്ടാക്കിയതിലൂടെ വിവാദത്തിലായ കൊമ്പൻ എന്ന പേരിലുള്ള 2 ടൂറിസ്റ്റ് ബസ്സുകളെയാണ് പത്തനംതിട്ട RTO AK ദിലുവിന്റെ നേതൃത്വത്തിലുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പത്തനംതിട്ടയിലേക്ക് വരുത്തി വിശദമായ പരിശോധന നടത്തിയത്. RTOയും മറ്റു RTO കാണിക്കുന്ന ഈ ഒരു ആത്മാർത്ഥത്തുണ്ടല്ലോ, കാര്യം കാണാതെ പോകരുത്. പുനഃ വണ്ടിയുടെ മുകളിലൊക്കെ എത്തി വലിഞ്ഞു കയറിയൊക്കെ നോക്കാൻ പോകും. ഉദ്യോഗസ്ഥരും ബസിന്റെ മുകളിൽ കയറിയാണ് ആദ്യം പരിശോധന നടത്തിയത്. പിന്നീട് ഉദ്യോഗസ്ഥർ ബസിന്റെ അവരുടെയും ആത്മാർത്ഥത കാണുക. ടോർച്ചൊക്കെ അടിച്ചാൽ നോക്കണം. എൻ്റെ പിന്നെ എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരുടെ കണ്ടുപിടിക്കണ്ടേ, എന്നാലും ഫൈൻ അടിച്ചു കൊടുക്കാൻ പറ്റും. ഉള്ളിൽ കയറി പരിശോധന നടത്തി. ഈ സീറ്റുകളൊക്കെ ബോൾട്ട് ഇട്ട് പിടിപ്പിച്ചിട്ടുണ്ടോ നോക്കിയാൽ ഫ്രഷ് ആയിട്ട് പിടിപ്പിച്ചാണോ? നിങ്ങൾ സീറ്റ് ഇളക്കാറുണ്ടോ ഇടയ്ക്ക്? ഇല്ല. സീറ്റ് ഇളക്കാനോ? എന്താ തട്ടിടാനായിട്ടൊക്കെ? ഇല്ല, അങ്ങനെ ചെയ്യാറ്. അങ്ങനെ സംവിധാനം കണ്ടില്ല. പിന്നെ ചില വണ്ടികളിലൊക്കെ ഈ ബാക്കിൽ തട്ടുണ്ടാക്കി, ഡാൻസിന്റെ തട്ട്. ചില വണ്ടികളിലൊക്കെ ഡാൻസിന് വേണ്ടി തട്ടുണ്ടാക്കുന്നത്. നേരെ കേരളത്തിലുള്ള തന്നെ ഏത് വണ്ടിയിലാണ് തട്ടുള്ളത്? എനിക്ക് തോന്നുന്നു പുതിയ ബസ്സിലൊക്കെ ഏറ്റവും ബാക്കിൽ ഒരു റൈറ്റ് സൈഡിലെ ഒരു സീറ്റ് എന്നുള്ള സ്ഥലം വിട്ടിട്ടാണ് അവിടെ ഒരു അടുത്ത സീറ്റ് ചെയ്യണം. ഏറ്റവും ബാക്കിൽ നിന്ന് പിന്നെയുള്ള സീറ്റ് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടാണ് പുതിയ വണ്ടിയിലേക്ക് ചെയ്യുന്നത്. അത് പക്ഷേ എമർജൻസി എക്സിറ്റിന്റെ കാര്യമായിട്ട് ഇനി അവിടെ ഒരു തട്ട് പോലുണ്ട്. ഇനി അത് കണ്ടിട്ടാണ് എനിക്ക് പറയുന്നത് സീറ്റ് ഇളക്കി മാറ്റാറുണ്ടോ തട്ടുന്നത് പിള്ളേർക്ക് ഡാൻസിലേക്ക്. സീറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, നന്നായി. സീറ്റെല്ലാം പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൊണ്ടുപോകുന്ന അതിനിടയ്ക്ക് ക്യാമറമാൻമാരെ ആത്മാർത്ഥത കാണുന്നത് എന്തോ എത്തി വലിയ ആൾക്കല്ലേ ഇവിടെ എടുക്കണേ. മാധ്യമങ്ങളത്തെ ഗ്രേറ്റ് ഗീസ് അടക്കാൻ എന്താ ബസിന്റെ വേഗത ഉൾപ്പെടെ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി RTO ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ബസ് ഓടിച്ചു തന്നെ കാര്യങ്ങൾ RTO വിലയിരുത്തി. RTO വണ്ടി ഓടിച്ചു നോക്കി. എൻ്റെ പൊന്നോ വിഷയം ആത്മാർത്ഥതയാണ്. അല്ലെ ആ സാറിനോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു പറ്റും. ഓക്കെ ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായി, വണ്ടി ചെക്കിങ് വിളിച്ച് വണ്ടി ഓടിച്ചു നോക്കി, നല്ല കാര്യം. ഒരു ഇൻഷുറൻസ് പോലും ഇല്ലാത്ത ബസ്സുകൾ, അതായത് KSRTC ബസ്സിനെ ഉദ്ദേശിച്ചത് റോഡിൽ കൂടെ ഉണ്ട് ഏതെങ്കിലും ഒരു വണ്ടി ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരുന്നിട്ടുണ്ടോ? ബ്രേക്ക് ചവിട്ടി നോക്കിയിട്ടുണ്ടോ? ബ്രേക്ക് വല്ലുണ്ടോ? ഏതെങ്കിലും ഒരു ബസ്സിൽ? ഇതിൽ മാത്രം കാണിക്കുന്ന ആത്മാർത്ഥം അതിലും കാണിക്കും. വണ്ടി ഓട്ടിക്കറിയാം കിടിലായിട്ട് ഉണ്ടോന്നുണ്ട്. KSRTCയിലൊന്ന് ഇൻഷുറൻസ് പോലും ഇല്ലാത്ത വണ്ടികളാണ് KSRTC ബസ്. അതിൽ ബ്രേക്കൊക്കെ ഉണ്ടോന്ന് പോലും അറിഞ്ഞൂടാ. ആ വണ്ടികളൊന്നും കയറി ഇരുന്ന് നോക്കാത്ത സാറന്മാരാണ് ഇപ്പോൾ ഈ വിഷയം ഉണ്ടായിരുന്നത് അതും കൊണ്ട് പോകണം. ബസിന്റെ ഹെഡ്ലൈറ്റ് ഉൾപ്പെടെ ഭാഗങ്ങൾ ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ചു. നിയമാനുസൃതമുള്ള ലൈറ്റുകളല്ല ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ബസിനുള്ളിൽ കൂളിംഗ് ഫിലിമുകൾ ഒട്ടിച്ചതായും പുക സ്പ്രേ ചെയ്യുന്ന മെഷീനുകൾ ബസിനുള്ളിൽ കണ്ടെത്തിയതായും RTO ദിലു പറഞ്ഞു. സ്മോക്കറിനാണ് പറയുന്നത്, പുക സ്പ്രേ ചെയ്യുന്ന മെഷീൻ. അങ്ങനെയാണെങ്കിൽ സിഗരറ്റ് വലിക്കുമ്പോഴും പുകയാണ് പറഞ്ഞത്. ആ പുക ആ സിഗരറ്റും കൂടെ ഒന്ന് ഇവിടുത്തെ സർക്കാർ നിരോധിക്കൂ.
അല്ല അങ്ങനെ ആ ഒരു ചങ്കൂറ്റം കൂടെ കാണിക്കും അങ്ങനെ ചോദിച്ചിട്ട്. ഇപ്പം ബസ്സിനകത്ത് സ്മോക്ക് ഇറക്കുന്നു, പുക സ്പ്രേ ചെയ്യുന്ന മെഷീൻ, അതിന് പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സിഗരറ്റ് വലിക്കുമ്പോഴും പുറത്ത് വരുന്നതും അകത്തോട്ട് പോകുന്നതും പുകയാണ്, അതും കൂടെ നിരോധിച്ച് കാണിക്കുമോ? സ്മോക്കർ ഏത് വകുപ്പിൽ പറയണമെന്നൊക്കെ സാറിൻ്റെ ചോദിക്കണമായിരിക്കും. സ്മോക്ക് ജനറേറ്റർ എന്ന് പറഞ്ഞൊരു ഡിവൈസിന് അത് അഡീഷണൽ വാഹനത്തിനകത്ത് കൂളിംഗ് ഫിലിമുകൾ, ഡാർക്ക് ഫിലിമുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ വണ്ടിക്കകത്ത് കൂളിംഗ് ഫിലിമൊക്കെ ഒട്ടിച്ചിരിക്കുന്നു. ഈ സാറ് വച്ചിരിക്കുന്ന കണ്ണാടി കൂളിംഗ് ഗ്ലാസ് അല്ലേ, വച്ചിട്ട് വല്ല കുഴപ്പമുണ്ടോ? പിന്നെ വണ്ടിക്കകത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വെച്ചാൽ എന്താ കുഴപ്പം? സ്മോക്ക് ഒക്കെ ഉള്ളിലേക്ക് സ്മോക്ക് സ്പ്രേ ചെയ്യുന്ന ടൈപ്പ് ആ ഒരു മെഷീൻ കണ്ടെത്തുകയുണ്ടായി. അതൊക്കെ മാറ്റേണ്ടത് തന്നെയാണ്, അതൊന്നും അനുവദനീയമല്ല. അത് അനുവദനീയമല്ല, ആരോഗ്യത്തിന് ഹാനികരമാണ്. 90 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ. പക്ഷെ ഒരു കാര്യേ, ക്രാഷ് കാർഡ് ഇളക്കി, ടോപ്പ് ലൈറ്റ് ഇളക്കി, പക്ഷെ ബ്ലാക്കിൽ കാണാൻ കിടിലം തന്നെയല്ലേ കമ്പനി. തനിക്ക് ബസ് ഓടിക്കാൻ സാധിച്ചതായും അനുവദനീയമായ വേഗത 65 കിലോമീറ്റർ മാത്രമാണെന്നും വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് ഇല്ലെന്നും ഒരു ബസ്സിൽ സ്പീഡ് ഗവർണർ പ്രവർത്തിക്കുന്നില്ലെന്നും രണ്ടാമത് ബസ്സിൽ സ്പീഡ് ഗവർണറെ ഇല്ലായിരുന്നുവെന്നും RTO അറിയിച്ചു. സ്പീഡ് ഗവർണർ വർക്ക് ചെയ്യുന്നില്ല. 65 കിലോമീറ്റർ ആണ് പരമാവധി ഇത്തരം വാഹനങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. 65-80 കിലോമീറ്റർ അല്ല, അറിയില്ല, 65 കിലോമീറ്റർ ഉള്ള വേഗത. അതുപോലെ GPS സംവിധാനം ഇല്ല, VLTD-നകത്തില്ല, വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് ഇല്ല. ഇനി അത് ടാഗ് ചെയ്യണം. പിന്നെ നമ്പർ പ്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ 1-2 നമ്പർ പ്ലേറ്റിൽ ഒഫൻസുകൾ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം എന്നിട്ട് ഈ നമ്പർ പ്ലേറ്റിൽ ഒഫൻസ് മറ്റേ കൂളിംഗ് ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് പോകുമ്പോൾ സാറിൻ്റെ വണ്ടിയും കൂടെ നോക്കണേ, RTOയുടെ വണ്ടി എന്തൊക്കെയുണ്ടാവും. ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കത് ഒഴിവാക്കാൻ കഴിയൂ. കേസിൽ നിന്ന് ഇപ്പം ഞങ്ങൾ കണ്ടെത്തിയ ഒരു 10ഓളം പോയിന്റുകളുണ്ട്, അതിപ്പോൾ ഇവർക്ക് കൊടുക്കും. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് വിനോദയാത്ര സംബന്ധിച്ച കാര്യങ്ങൾ മുൻകൂട്ടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും യാത്ര പുറപ്പെടും മുമ്പ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ പരിശോധിക്കുമെന്നും അതിൻ്റെ വിവരം കൂടെ ഉണ്ടായിരുന്നല്ലോ. ട്രിപ്പ് പോകുന്നതിന് മുമ്പ് RTO വിളിച്ച് പറയണം, അവർ വന്ന് വണ്ടി ചെയ്യിക്കും. അങ്ങനെയാണെങ്കിൽ ട്രിപ്പിൻ്റെ കൂടെ പോകുക സാറന്മാർ, എന്നിട്ട് ആ പാക്കേജും കൂടെ ഒക്കെ ചെയ്യും. സർക്കാരിന് കൂടുതൽ ഇൻകം ഉണ്ടാകും, വണ്ടിയിൽ വേറെ അനധികൃതമായിട്ടുള്ള സംഭവങ്ങളൊന്നും വരില്ല. പാക്കേജ് നിങ്ങളും കൂടെ ചെയ്തോ. പുതിയ പേര് MVD പാക്കേജിങ് ഏജൻസി കേരളത്തിലെ എല്ലാ കോളേജുകളിലും എല്ലാ സ്കൂളുകളിലും ട്രിപ്പ് ചെയ്ത് കൊടുക്കപ്പെടും. ടിങ് 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 RTO വ്യക്തമാക്കി. അതേസമയം തങ്ങളുടെ 2 ടൂറിസ്റ്റ് ബസ്സുകളാണ് വിനോദയാത്രയ്ക്കായി എത്തിച്ചതെന്നും ഇതിൽ ഒരു ബസിന്റെ മുകളിൽ കൂൾ ഫയർ ഉപയോഗിച്ച് പൂത്തിരി കത്തിച്ചതായും ഇത് അപകടമുണ്ടാക്കിയില്ലെന്നും സമീപത്തുണ്ടായിരുന്ന തങ്ങളുടെ മറ്റൊരു ബസിന്റെ മുകളിലാണ് ഷോർട്ട് സർക്യൂട്ട് മൂലം തീയുണ്ടായതെന്നും ഇത് ഉടൻ കെടുത്തിയതായും ബസ് ജീവനക്കാരും പറയുന്നു. പൂത്തിരി കത്തിച്ച ബസിന്റെ മുകളിലല്ല വെള്ളമൊഴിച്ച് തീ കെടുത്തിയതെന്നും മറിച്ച് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ രണ്ടാമത് ബസിന്റെ മുകളിലാണ് വെള്ളമൊഴിച്ച് തീ കെടുത്തിയതെന്നും ജീവനക്കാർ പറയുന്നു. അത് ഇപ്പോഴെങ്കിലും നിങ്ങൾ വാർത്തയിൽ പറഞ്ഞല്ല, ഇത്രയും ദിവസം പറഞ്ഞ പൂത്തിരി കത്തിച്ച വണ്ടിയിലാണ് എല്ലാം കൂടെ കത്തിപ്പോയത്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല, ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ വാർത്തയിലൊന്ന് പറഞ്ഞല്ല. അതിനെങ്കിലും റിപ്പോർട്ടർ ചാനലെങ്കിലും പറയാൻ ഉണ്ടായിരുന്നല്ല. എന്നാൽ ഇതൊന്നും ഒരു ന്യായമല്ലെന്നും സുരക്ഷയ്ക്ക് ഉതകുന്നതല്ലാത്ത ഏത് സംവിധാനം വാഹനത്തിൽ ഘടിപ്പിച്ചാലും തങ്ങൾ ഇടപെടുക തന്നെ ചെയ്യുമെന്നും RTO ഇതിൽ പറഞ്ഞു. ഇനി മുതൽ ടൂറിസ്റ്റ് അതെങ്ങനെ ശരിയാവും? ഇത്ര ദിവസം പറഞ്ഞ പൂത്തിരി വെച്ചതുകൊണ്ടല്ലേ വണ്ടിയിൽ തീ കത്തിയത്, അതുകൊണ്ട് അതാണ് കുഴപ്പമൊന്നുമില്ല. ഇത്ര ദിവസം പറഞ്ഞു, പിന്നെ ഇപ്പം പിന്നെ അതൊരു ന്യായമല്ലെന്ന് പറഞ്ഞ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഗ്യാരേജിൽ പോലും ചെന്ന് പരിശോധന നടത്തുമെന്നും RTO വ്യക്തമാക്കി. ഓൾ ഈസ് വെൽക്കം ഗൈസ്. MVD സാറന്മാർക്കും RTO സാറന്മാർക്കും ആർക്കായാലും എല്ലാ വണ്ടികളുടെ ഷെഡിലേക്ക് സ്വാഗതം. കാരണം പറഞ്ഞല്ല, ടൂറിസ്റ്റ് ബസ്സിലെ എല്ലാ ബസ്സുകളിലും ടോപ്പ് ലൈറ്റും ക്രാഷ് കാർഡ് ലൈറ്റുകളൊക്കെ ഊരിക്കൊണ്ടിരിക്കുന്ന സാറന്മാർ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ സഹായങ്ങൾ ഓർത്ത് നമ്മളെല്ലാം ഊരിക്കൊണ്ടിരിക്കുന്ന കേസ്. ലൈറ്റും ക്രാഷ് കാർഡും എല്ലാം ഊരി സാർ. അപ്പോൾ ഈ 3 മാസത്തിലുള്ള ആഡംബര ടാക്സ് നമുക്ക് മാറ്റിത്തരുമോ? കാരണം ഈ ആഡംബര ടാക്സ്, അതായത് ലക്ഷറി ടാക്സ് ആണ് ഈ 3 മാസം 36,000 39,000 വരെ എന്തോ ഇതിൻ്റെ ഇടയ്ക്കാണ് പൈസ അടയ്ക്കുന്നത്. അപ്പോൾ ഇത് ലക്ഷറി ടാക്സ് ആണ്. ഈ ലക്ഷറി ടാക്സ് അടയ്ക്കുമ്പോഴാണ് ഈ ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഈ ലക്ഷറി ടാക്സ് കുറച്ച് തരും, എന്നിട്ട് ക്ഷേമനിധി മാത്രം നമ്മൾ അടയ്ക്കും. അല്ല, അതൊരു ന്യായമല്ലല്ലോ. ഒരു വാഹനത്തിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ഒരു തീ ഉണ്ടാകുക എന്ന് പറയുന്നത് ന്യായമേ അല്ലല്ലോ. അവരത് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതിൻ്റെ ഒരു തർക്ക വിഷയമോ അല്ലെങ്കിൽ അതിൻ്റെ ഇത്രയും ദിവസം പിന്നെ സാറന്മാർ എന്താ പറഞ്ഞത്? പൂത്തിരി കത്തിച്ചതുകൊണ്ടാണ് വണ്ടി തീ കത്തിയത്, അതുകൊണ്ട് പൂത്തിരി വെച്ച ഡിവൈസാണ്, കുഴപ്പമൊന്നുമില്ല. ഇത്ര ദിവസം ഇപ്പം അത് ന്യായമല്ലെന്ന് പറഞ്ഞു. പ്രശ്നമല്ല, അനാവശ്യമായ ലൈറ്റുകൾ വെച്ചിരുന്നു, അനാവശ്യമായ പ്രവൃത്തികൾക്ക് വാഹനം ഉപയോഗിച്ചു. അതൊരു പബ്ലിക് സ്ഥലത്ത് വെച്ചാണ് ചെയ്തത്. അത് കുട്ടികളുടെ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ സേഫ്റ്റിയെ ബാധിക്കുമെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടത്. നിലവിൽ ആലപ്പുഴ RTO
സാറ് എങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ ട്രിപ്പ് പോയ ഏതെങ്കിലും ഒരു കൊച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിള്ളേർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാറന്മാർ സുരക്ഷയെ ബാധിച്ചിട്ടുണ്ട് ഈ വണ്ടികളിൽ അല്ലെങ്കിൽ ബസ്സുകളിലൊക്കെ പോയപ്പോൾ സുരക്ഷയെ ബാധിച്ചിട്ടുണ്ട് ഈ സംഭവം ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പിള്ളേർ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പിള്ളേർ കംപ്ലൈൻറ്റ് എന്നിട്ടുണ്ടോ? ഹൈക്കോടതി കേസെടുത്തപ്പോൾ സ്വമേധയിലെ കേസെടുത്ത് ആരും പരാതി കൊടുത്തല്ലേ ഇല്ല. 16,500 21,500 രൂപ കൊമ്പൻ ടൂറിസ്റ്റ് ബസ്സിന് പിഴ ചുമത്തി കഴിഞ്ഞതായും RTO അറിയിച്ചു. ആലോചിച്ചേക്കണേ, 3 മാസത്തെ ഒരിക്കൽ ടാക്സ് 36,000 രൂപ 39,000 രൂപ, അതിനിടയ്ക്ക് ക്ഷേമം തീയതി, പിന്നെ ഇൻഷുറൻസ്, പിന്നെ വണ്ടിയിൽ മാസം 40,000 രൂപ വരും CC, 55 വരെ ഉള്ള അടവ് അടയ്ക്കേണ്ട വണ്ടിക്കാരും ഉണ്ട്. ഇതിനൊക്കെ പറയുമ്പോൾ ഇപ്പം ഫൈൻ എത്ര 16,500 26,500 എന്നാണ് ഇപ്പം പറഞ്ഞത്. അതിന് പുറമെ ഇപ്പം എൻ്റെ എനിക്കറിയാവുന്ന ഡ്രൈവറായിട്ട് ഇപ്പം പണി കിട്ടി, അങ്ങേർക്ക് 65,000 രൂപ എന്തോന്ന് ഫൈൻ അടിച്ചു കൊടുത്തതാണ്. 65,000 രൂപ, അതും വൈറ്റ് വണ്ടിയിൽ പോയപ്പോൾ ഈ ഇടയ്ക്ക്. കൊമ്പൻ എന്ന പേരിലുള്ള 2 ടൂറിസ്റ്റ് ബസ്സുകളുടെ വിശദമായുള്ള പരിശോധനയാണ് പത്തനംതിട്ട RTOയുടെ നേതൃത്വത്തിൽ നടത്തിയത്. നിയമാനുസൃതമല്ലാതെ ഈ 2 ബസ്സുകളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അടിയന്തരമായി എടുത്തു മാറ്റാൻ RTO നിർദ്ദേശം നൽകി. ക്യാമറമാൻ അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട. 4 ഇവരെയൊക്കെ ഒരു കഴിവ് തന്നെയാട്ടോ. കാരണം ബസ്സൊക്കെ MVD ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ വാർത്തക്കാരന്മാരും ക്യാമറാമാൻമാരും റിപ്പോർട്ട് ചെയ്യുന്നവരും കൂടെ ഉണ്ടായിരുന്നല്ലോ. സന്തോഷം. അതിൽ പിന്നെ ഏഷ്യൻ ന്യൂസിൻ്റെ കാര്യം പറയണ്ട, ഉമ്മാര് വച്ചങ്ങ് ആഘോഷിക്കുക. ഇടയ്ക്ക് പയ്യന്മാർ വാട്സപ്പ് സ്റ്റാറ്റസ് വരെ ഉണ്ടാക്കി. അതിൻ്റെ റിപ്പോർട്ടർ വണ്ടിക്ക് അകത്ത് കയറി എല്ലാം ലൈറ്റ് വിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നിട്ട് പറയുക, പണ്ട് ആനകൾക്കുണ്ടായിരുന്ന ഫാൻസാണ് ഇപ്പം ബസ്സുകൾക്കുണ്ടാവുന്നത്. അത് അങ്ങനെയാണ് അന്തരീക്ഷം. പക്ഷെ നിങ്ങൾ അറിയാൻ താമസിച്ചു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അൺസബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങി നമ്മൾ പിള്ളേർ. പക്ഷെ അത് നിങ്ങൾ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ ഒരു പ്രസ്ഥാനത്തെ മൊത്തത്തിൽ അടിച്ച് താത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന എല്ലാ മാധ്യമങ്ങളും, അത് മഞ്ഞപ്പത്രങ്ങളായാലും നല്ല പത്രങ്ങളായാലും വെൽക്കം. നമ്മളിവിടെ തന്നെ ഉണ്ടാവും. ടൂറിസ്റ്റ് ബസ് ഫീൽഡ് പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെയല്ല ഇപ്പോഴും. ഒരു പടി ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ പടി കൂടിയേ വന്നിട്ടുള്ളൂ, കുറഞ്ഞിട്ടില്ല. ഇതിനേക്കാളും വിഷയങ്ങൾ പണ്ട് വന്നിട്ടുണ്ട്. അതിന് ടൂറിസ്റ്റ് ബസ് ഫീൽഡിൽ മൊത്തത്തിൽ അടിച്ച് താത്താൻ ശ്രമിച്ചാൽ ഒരു കുഴപ്പമുണ്ട്, പണ്ടത്തെ പോലെയല്ല. ഇപ്പം ന്യൂ ജനറേഷൻ പിള്ളേർ എല്ലാവരും ഒറ്റക്കെട്ടാണ്ടിരിക്കുന്നത്. ഈ മുതലാളിമാർ ഭിന്നിച്ച് നിന്നാൽ പോലും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടായിരിക്കണം. ഈ മുതലാളിമാരുടെയും ഈ ഫാൻസുകാരന്മാരുടെയും ഇടയൊക്കെ അടുത്ത് വരുന്നുണ്ട്. ഇതിപ്പം കണ്ടോ, കൊമ്പൻ്റെ ഈ ഒരു ചെക്കിങ് നടക്കും പോലും എല്ലാ വാർത്തക്കാരന്മാരുണ്ടായിരുന്നു. ഓരോരോ കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് അവന്മാർ ചോദിച്ച് മനസ്സിലാക്കി ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അവന്മാർ ചെയ്യാൻ പോകണത്രേ ഉള്ളൂ. മിക്കവാറും പാക്കേജിങ് ഏജൻസി അവന്മാരോട് ഒന്നെങ്കിൽ വാർത്താ ചാനലുകാർ തുടങ്ങും, ഇല്ലെങ്കിൽ MVD സാറന്മാർ തുടങ്ങും. കാരണം ട്രിപ്പ് പോകുന്നതിന് മുമ്പ് അവരൊക്കെ പറഞ്ഞോളൂ. ഇപ്പം MVD RTO വണ്ടി ചെക്ക് ചെയ്യാൻ പോയാൽ മാധ്യമപ്രവർത്തകർ കിടക്കണം. അപ്പോൾ ഈ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ എത്തിയിട്ട് പാക്കേജിങ് ഏജൻസി കിട്ടും, MVD ആൻഡ് machaanmaare.com. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.